സംസ്ഥാനം വ്യവസായ സൗഹൃദമാണോ എന്നതിനെ ചൊല്ലി വിവാദങ്ങൾ കത്തുന്നതിനിടെ സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള നിക്ഷേപക ഉച്ചകോടി നാളെ തുടങ്ങും. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും വിദേശ പ്രതിനിധികളും ഉൾപ്പെടെ പങ്കെടുക്കും. നിരവധി ബിസിനസ് ടു ബിസിനസ് കൂടിക്കാഴ്ചകൾ ആണ് ക്രമീകരിച്ചിട്ടുള്ളത്. വളർച്ചയും തളർച്ചയും സജീവ ചർച്ചയായി നിൽക്കുന്നതിനിടെയാണ് ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി തുടങ്ങുന്നത്. 2 ദിവസത്തെ ഉച്ചകോടിയിൽ കേരളത്തിന്റെ സാഹചര്യം മനസ്സിലാക്കിയുള്ള വ്യവസായ മേഖലകളാണ് അവതരിപ്പിക്കുന്നത്. ഉറപ്പുള്ള നിക്ഷേപ താൽപ്പര്യങ്ങൾ മാത്രമാകും പ്രഖ്യാപിക്കുകയെന്ന് വ്യവസായ വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും വലിയ നിക്ഷേപമാണ് ഇൻവെസ്റ്റ് കേരള ഉച്ചകോടി പ്രതീക്ഷിക്കുന്നത്. താൽപ്പര്യപത്രം ഒപ്പുവെച്ച കമ്പനികളുടെ പട്ടിക 2-ാം ദിവസം പ്രഖ്യാപിക്കും. കേരളത്തിന്റെ വ്യവസായ അന്തരീക്ഷത്തെ വിമർശിക്കുന്നവർക്ക് മറുപടി നൽകാൻ കോൺക്ലേവ് വഴിയൊരുക്കുമെന്ന് സർക്കാർ കരുതുന്നു. കേരളത്തിൽ ഇതിനു മുൻപ് നടന്നതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. കേരളത്തിലും ഇന്ത്യയിലുള്ള ലോകത്തുള്ള പ്രധാനപ്പെട്ട ആളെല്ലാം വരുന്നുണ്ട്. കേരളത്തിൻ്റെ 10 വകുപ്പുകൾ അവരുടെ പദ്ധതികൾ അവതരിപ്പിക്കും. PPP സാധ്യതയുള്ള വകുപ്പ് അത് അവതരിപ്പിക്കും. ബഹുരാഷ്ട്ര കമ്പനികളുടെ സിഇഒമാരടക്കം കോൺക്ലേവിനെത്തുന്നുണ്ട്. ടൂറിസം മേഖലയിലേക്ക് വലിയ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്ന് സീനിയർ ട്രേഡ് കമ്മീഷണർ ഉൾപ്പെടെ 40 അംഗ സംഘമാണ് ഉച്ചകോടിക്കെത്തുന്നത്. 6 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളെത്തും. 3000 പ്രതിനിധികളാണ് 2 ദിവസത്തെ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.